സൗദി അറേബ്യയിൽ ശക്തമായ കാറ്റും മഴയും. മക്ക മദീന മേഖലകളിൽ വെള്ളപ്പൊക്കം. പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. മദീനയിലെ ബദർ ഗവർണറേറ്റിൽ അൽ ഷാഫിയയിലും ജിദ്ദയിലെ അൽ ബസ്തീൻ ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. മക്ക, മദീന, കാസിം, തബൂക്ക്, വടക്കൻ അതിർത്തികൾ, അൽ ജൗഫ് എന്നിവിടങ്ങളിൽ മഴ ഇപ്പോഴും തുടരുകയാണ്. ജിദ്ദയിൽ ഇന്നലെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് അപകട സാധ്യത കുറഞ്ഞതിനാൽ ഇന്ന് ഓറഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. കലാപകലുഷിതമായ സിറിയ ശാന്തമാകുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്ക്. ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നു. ഇന്ന് രാവിലെയാണ് 145 യാത്രക്കാരുമായി സിറിയൻ അറബ് എയർലൈൻസിന്റെ ഡമാസ്കസിൽ നിന്നും ഷാർജയിലേക്കുള്ള വിമാനം പറന്നുയർന്നത്. ഖത്തറിൽ നിന്നും ഡമാസ്കസിലേക്കുള്ള വിമാനവും സർവീസ് പുനരാരംഭിച്ചതായി ഖത്തർ എയർലൈൻസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സിറിയയിലെ കലാപത്തിന്റെയും ഇസ്രയേൽ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം നിർത്തിവെച്ച വിമാന ഗതാഗതമാണ് ഇന്ന് പുനഃസ്ഥാപിച്ചത്. സിറിയയുമായുള്ള വിമാനയാത്ര പുനരാരംഭിച്ചത് ഗൾഫ് നാടുകളിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദമുണ്ടാക്കുന്ന വാർത്തയാണ്. ദുബൈയിൽ വാടക കുതിച്ചുയരുന്നു. നിക്ഷേപകർക്ക് കൊയ്ത്തുകാലം. ദുബൈയിലെ ദേരയിലാണ് വാടക ഏറ്റവും കൂടിയതെന്നാണ് ബയൂത്ത് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇവിടെ അപ്പാർട്ട്മെന്റുകളുടെ വാടക കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ 48% വർദ്ധിച്ചത്. ബർദുബായിലും വാടക ഗണ്യമായി കൂടിയിട്ടുണ്ട്. ഇവിടെ അപ്പാർട്ട്മെന്റുകൾക്ക് വാടക 44% കൂടിയത്. മിർദിഫിലും ദമാക് ഹിൽസിലും വില്ലകൾക്ക് 44% വാടക കൂടിയിട്ടുണ്ട്. ഈ രംഗത്ത് നിക്ഷേപം നടത്തുന്നവർക്ക് ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അബുദാബിയിൽ പുതിയ കുടുംബ കൗൺസിലിംഗ് കേന്ദ്രത്തിന് തുടക്കമായി. ഫാമിലി ഡെവലപ്മെന്റ് ഫൗണ്ടേഷനാണ് വൈവാഹിക നിശബ്ദത എന്ന് വിളിക്കുന്ന വൈവാഹിക രംഗത്തെ ആശയപ്പൊരുത്തമില്ലായ്മ പരിഹരിക്കുന്നതിനായി പുതിയ കൗൺസിലിംഗ് സേവനം ആരംഭിച്ചത്. ആശയവിനിമയം മെച്ചപ്പെടുത്താനും പരസ്പരം നന്നായി മനസ്സിലാക്കാനും വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാനും ബുദ്ധിമുട്ടുന്ന ദമ്പതികളെ സഹായിക്കുന്നതിനാണ് ഇത്തരമൊരു കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് FTF വൃത്തങ്ങൾ അറിയിച്ചു. ഒമാനിലെ സലാലയിലുള്ള മലയാളികൾക്ക് സന്തോഷ വാർത്ത. സലാല കോഴിക്കോട് റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇനി ആഴ്ചയിൽ 2 തവണ സർവീസ് നടത്തും. ഇതുവരെ ആഴ്ചയിൽ 1 ആയിരുന്ന സർവീസാണ് വർദ്ധിപ്പിക്കുന്നത്. ഞായർ, വ്യാഴം ദിവസങ്ങളിലാണ് വരുന്ന ആഴ്ച മുതൽ സർവീസ് ആരംഭിക്കുന്നത്. ഇവിടുത്തെ പ്രവാസികൾക്ക് മാത്രമല്ല, സലാലയിലേക്ക് വിനോദ സഞ്ചാരം നടത്തുന്ന കോഴിക്കോട്ടുകാർക്കും ഇത് ഏറെ പ്രയോജനപ്രദമായിരിക്കും. നാടകമെന്ന ശക്തമായ മാധ്യമം ഉപയോഗിച്ച് സമൂഹത്തിലെ അനീതികൾക്കെതിരെ തെരുവുകളോട് സംവദിച്ച പ്രതിഭാശാലിയായ വ്യക്തിയായിരുന്നു സപ്തർ ആഷ്മിയെന്ന് നാടക സംവിധായകൻ എമിൽ മാധവ്. ഓർമ്മ ദുബായ് സംഘടിപ്പിച്ച സപ്തർ ആഷ്മി അനുസ്മരണ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബഷീർ തിക്കൊടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓർമ്മ സാഹിത്യോത്സവത്തിന്റെ സ്വാതസംഘ രൂപീകരണ യോഗം നോർക്ക ഡയറക്ടർ OV മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ NK കുഞ്ഞാമത്ത്, അനീഷ് മണാർക്കാട്, സോണിയ ഷിനോയ്, അബ്ദുൾ റഷീദ്, മിനേഷ് രാമനുണി എന്നിവർ സംസാരിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അൽക്കുസ് മേഖലയിലെ അംഗം ഉണ്ണി കടവനാടിന് ഉപഹാരം നൽകി ധനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രദീപ് തോപ്പിൽ സ്വാഗതവും ജിജിത അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ദീർഘകാലം മലബാർ കോഴിക്കോട്ട് കൂട്ടായ്മകളുടെ ഭാരവാഹിയും ജീവകാരുണ്യ പ്രവർത്തകനും ലാസ്പിനാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയുമായ ജമീൽ ലത്തീഫിനെ മലബാർ പ്രവാസി കൂട്ടായ്മ ആദരിച്ചു. മലബാർ പ്രവാസി രക്ഷാധികാരി മോഹൻ S. വെങ്കിട്ട് പൊന്നാട അണിയിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, മനയിൽ മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് അസീസ് തോലേരി, ശങ്കർ, PM ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു.